വെൽക്കം ബാക്ക്. ഇന്ന് പെട്രോളിയം കെമിക്കൽ സേഫ്റ്റിയുടെ മോഡലാണ് തരുന്നത്. അത് നോക്കിക്കോളൂ. ആദ്യത്തെ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ചോയ്സ്. നിങ്ങൾക്ക് ചോയ്സ് തന്നിട്ടുണ്ട്. ABCD ആയിരിക്കാം, 1, 2 ആയിരിക്കാം, ചിലപ്പം റോമൻ ലെറ്റർ 1, 2, 3 ആയിരിക്കാം. എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് സെലക്റ്റീവ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പം ബ്രാക്കറ്റിൽ ഞാൻ തന്ന പോലെ തന്നെ ആയിരിക്കാം, നോമിനേഷൻ ഇല്ലാതെ, നമ്പറിങ് ഇല്ലാതെ. ഓക്കെ. അപ്പോൾ ഏതാ രീതിയിൽ അത് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലായിരിക്കും. A casing head is known as dash. ഓക്കെ. കേസിംഗ് ഹെഡിന് പറയുന്ന ബാർഡൻ ഹെഡ് എന്നാണ്. ഓക്കെ. ആ ഹെഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. കേസിംഗ് ഹെഡ് ഈസ് നോൺ ആസ് ബാർഡൻ ഹെഡ്. ഓക്കെ. അതല്ലേ. ഡാഷ് ഈസ് ദ ജനറിക് നെയിം ഓഫ് ഹൈഡ്രോ കാർബൺ. എന്താണ്? പെട്രോളിയം എന്നുള്ളതാണ് ഇത് ഹൈഡ്രോ കാർബണിന്റെ ജനറിക് നെയിം. ഡാഷ് ഈസ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ അണ്ടർ വിച്ച് ആൻ ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവർ ഇസ്. അതെന്താ? ഓയിൽ ഫീൽഡ് എന്നാണ് ശരിയായ. ഫീൽഡ് അല്ല. ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിൽ നിന്നാണ് ശരിയായ. അത് ചിലപ്പോൾ ഓയിൽ ഫീൽഡ് തരാം, ചിലപ്പോൾ ഫീൽഡും തരാം. അപ്പോൾ നോക്കിക്കോളൂ, ഫീൽഡും ഓയിൽ ഫീൽഡും തന്നിട്ടുണ്ട്. ഓയിൽ ഫീൽഡാണ് എടുക്കേണ്ടത്, ഫീൽഡ് എടുക്കരുത്. ഓക്കെ. ഇവിടെ നോക്കിക്കോളൂ, ഫീൽഡ് ബ്ലോക്ക് സെക്ട്. അപ്പോൾ എന്താണ്? ഫീൽഡ് എടുത്താൽ മതി. ശരിയായ ടേം ഓയിൽ ഫീൽഡാണ്. ഓക്കെ. സെൽ വിത്ത് ക്യാൻസറസ് ഗ്രോത്ത് ഈസ് നോൺ ആസ് ഏതാണ്? ട്യൂമർ എന്നുള്ളതാണ്. ഓക്കെ. പെട്രോളിയം ഈസ് ഓൾസോ നോൺ ആസ് ഏതാണ്? റോക്ക് ഓയിൽ എന്ന് പറയും. ഡാഷ് നമ്പർ ഗീവ് ദ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് കെമിക്കൽ സേഫ് ഹാൻഡ്ലിംഗ്. UN നമ്പർ, പാർട്ട്, കേസ്, റെഫറൻസ്. UN നമ്പർ ആണ് അത്. 4 ഡിജിറ്റ് നമ്പർ ആണ്. ഇതാണ് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡ്ലിംഗ് കാര്യത്തിൽ തരുന്ന സ്പെസിഫിക്കേഷൻ ആണ് UN നമ്പർ. നിങ്ങൾക്ക് കാണാം, പെട്രോളൊക്കെ പോകുന്ന എടുക്കുന്ന ഡീസലൊക്കെ കൊണ്ടുവന്ന വണ്ടീൻ്റെ പിന്നിൽ ഒരു സ്ക്വയറിൽ എഴുതി വെച്ച UN നമ്പർ, ഒരു ഡിജിറ്റൽ നമ്പർ നിങ്ങൾക്ക് കാണാം. ഓക്കെ. അതാണ് വളരെ ബ്ലാക്ക് ലെറ്ററിൽ ബോൾഡായിട്ട് എഴുതിയ നമ്പറാണത്. അതാണ് ഏത് കെമിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷന്, സേഫ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള, അതിൽ ഓരോ പ്രൊഡക്റ്റും എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ള സ്പെസിഫിക്കേഷൻ, സേഫ്റ്റി സ്പെസിഫിക്കേഷൻ ആണ് UN നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഡാഷ് ലിറ്റർ ഓഫ് പെട്രോളിയം ക്ലാസ് എ പെട്രോളിയം ക്യാൻ ബി സ്റ്റോർഡ് വിത്തൗട്ട് ലൈസൻസ്. നിങ്ങൾക്ക് നോക്കിക്കോളൂ, ആസ് പെർ നിയമം നിങ്ങൾക്ക് പെട്രോളിയം സ്റ്റോർ ചെയ്യാനുള്ള അധികാരമില്ല. ഓക്കെ. പെട്രോളിയം ആക്ട് അനുസരിച്ച് പമ്പിന്ന് നേരിട്ട് ഉപയോഗിക്കില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് 30 ലിറ്റർ മാത്രമേ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറ്റില്ല. ഓക്കെ. ഡാഷ് ഈസ് നോട്ട് എ സേഫ്റ്റി പ്രിക്കോഷൻ ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണെന്ന് അത് ഇതുമായിട്ട് ബാധകമില്ലാത്ത നോട്ട് എന്നുള്ളതാണ്. ഫുഡ് സേഫ്റ്റി, H2 എസ്കേപ്പ്, PP, കോൾഡ് വർക്ക് വരുന്നില്ല. കാരണം എന്താണ്? അവിടെ ഹോട്ട് വർക്ക് സേഫ്റ്റിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? കോൾഡ് വർക്ക് നോട്ട് അതാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്റർ റേഡിയേഷൻ. റേഡിയേഷൻ പ്രസരണത്തിന് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്രസരണത്തിന് ഉപയോഗിക്കുന്നത് റേഡിയേഷൻ, റേഡിയമിന്റെ റോഞ്ചൻ ആണ് അതിൻ്റെത്. അപ്പോൾ യൂണിറ്റ്, അപ്പോൾ റോഞ്ചൻ മീറ്റർ ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഡാഷ് ഈസ് എൻവയോൺമെന്റൽ റെഗുലേഷൻ അണ്ടർ ദ ഏതാണ്? 2005 റെഗുലേഷൻ ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അതിൽ. അത് ഓൺ വേർഡ്സിൽ പെട്രോളിയം ഈസ് എ ഏതാണ്? ഫോസിൽ ഫ്യൂവൽ എന്നുള്ളതാണ്. ഫോസിൽ ഫ്യൂവൽ ആണ് സാധാരണ പറയുന്നത്. മീഡിയം വെഹിക്കിൾ കാറ്റഗറി ഈസ് അപ് ടു 4 ടൺസ് ആണ് മീഡിയം വെഹിക്കിളിൽ പെട്രോൾ വരുന്നത്. ഡാഷ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിവെന്റിംഗ് റേഡിയോ. ഐസൊലേഷൻ മെത്തേഡ് അതാണ് ഇതിൽ വരുന്നത്. ഡാഷ് ഈസ് ദ ഗ്യാസ് റിലീസ്ഡ് ഏതാണ്? BIC. ഇതിന് മുമ്പും ചോദിച്ചാണ്. MIC, മിഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. MIC. ഡാഷ് ഗ്യാസ്. ദെൻ അസിസ്റ്റന്റ് ഹു ഹെൽപ് ദ ഡ്രൈവർ. ഇത് നോക്കിയോളൂ, ടിപ്പറിന്റെ ആണ്, അല്ലാതെ സാധാരണ പിന്നെ ഡ്രൈവറിന് ഇതല്ലാതെ നോക്കിയാൽ ടിപ്പർ ലോറിയിലും ഇതിലൊക്കെ എന്താണ് അത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് ഇതിന് അസിസ്റ്റന്റ്, അതിന് പറയുന്നത് ബാങ്കർ എന്നുള്ളതാണ്. എക്സ്പ്ലോറിംഗ് ഫോർ പെട്രോളിയം ഈസ് ഡൺ ബൈ സെസ്മിക് സർവേ. അതിന് പെട്രോളിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ട്, എവിടെയുണ്ട് ഏരിയ എന്ന് കണ്ടുപിടിക്കാൻ നടത്തുന്ന സർവേക്ക് എക്സ്പ്ലോറേഷന് പറയുന്നതാണ് സെസ്മിക് സർവേ. ഡാഷ് വേവ്സ് ആർ യൂസ് ടു ഇന്റർസെപ്റ്റ് ഓയിൽ റിസർവ് അണ്ടർ ദ സീ ബെഡ്.
അപ്പം കടലിൻ്റെ അടിയിലുള്ള സീബെഡിലുള്ള ഓയിൽ റിസർവിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്, ശബ്ദതരംഗങ്ങളാണ് അതിനുപയോഗിക്കുന്നത്. ഇൻ കോട്സോയിഡ് ബൾബ് ഡാഷ് ഈസ് ഫിൽഡ് എന്താണ്, അത് ലിക്വിഡ് ആണ്, മെർക്കുറി ലൈക്ക് ലിക്വിഡ്. ഓക്കെ, മെർക്കുറി ലൈക്ക് ലിക്വിഡ് എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ മെർക്കുറി ഈസ് ഫിൽഡ് എന്ന് എഴുതാം. ഓക്കെ, മെർക്കുറി ലൈക്ക് ലിക്വിഡ് ആണ്, ലിക്വിഡ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, an aperture in the center of the drill ship is called, okay, മൂൺ പൂൾ എന്നാണ്, MOON, മൂൺ പൂൾ, POOL. ഇതിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബോറിങ് ഇറക്കുന്നത്, ഡ്രില്ലിങ്ങും കാര്യത്തിനും ഇറക്കാൻ വേണ്ടി ഭൂമിക്ക് അടിയിലേക്ക് ഇറക്കുന്ന ആ പോയിന്റിനെ ആണ് എന്ത് പറയുന്നത്, മൂൺ പൂൾ. ഒരു ചന്ദ്രക്കല പോലെ വട്ടത്തിൽ വെട്ടിയെടുത്ത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മൂൺ പൂൾ എന്ന് പറയുന്നത്. Manufacture, storage and import of hazardous chemical rules are established in the year. Manufacture, storage and import of hazardous chemical rules established in the year ഏതാണ് 1989 ആണ് അതിൻ്റെ അമെൻഡഡ് റൂൾ ഉള്ളത്. പഴയ പെട്രോളിയം ആക്ടിലായിരുന്നു, പിന്നീട് അത് 1989 പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. സ്ലൈഡ് 3 കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, എക്സ്പാൻഡ് ദ ഫോളോയിങ്, അതിനെന്താണ് ഷോർട്ട് ഫോം തന്നിട്ട് അതിനെ VSPR, TLV, ത്രെഷോൾഡ് ലിമിറ്റ് വാല്യൂ, IDLH, ഇമ്മീഡിയറ്റ്ലി ഡേഞ്ചർ ടു ലൈഫ് ആൻഡ് ഹെൽത്ത്, അക്വസ് ഫിലിം ഫോമിംഗ് ഫോം, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, MSDS. അഞ്ചാമത്തെ പെപ്സോ, പെട്രോളിയം എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇതാണ് പെസോ. ഓക്കെ, ദെൻ UEL, അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ്, സ്റ്റെൽ ഏതാണ്, പെസോയുടെ ഫുൾ ഫോം പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ. UEL, അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ്, സ്റ്റെൽ ഷോർട്ട് ടൈം എക്സ്പ്ലോസർ ലിമിറ്റ്. OISD, OISDയുടെ വരുന്നത് ഏതാണ്, ഓയിൽ ഇൻഡസ്ട്രി സേഫ്റ്റി ഡയറക്ടറേറ്റ് ആണ് OISD വരുന്നത്. ഓയിൽ ഇൻഡസ്ട്രി സേഫ്റ്റി ഡയറക്ടറേറ്റ്, കൺഫ്യൂഷൻ ആവരുത്. LEL, ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്, PPM, പാർട്സ് പെർ മില്യൺ. അതാണ്. ആൻസർ ദ ഫോളോയിങ്. വാട്ട് ഈസ് ഡേഞ്ചറസ് മെറ്റീരിയൽ? ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്താണ്, മനുഷ്യന്റെ കോണ്ടാക്റ്റിലോ ഇതിലോ വന്നു കഴിഞ്ഞാൽ പൊല്യൂഷനും കാര്യങ്ങളും സൃഷ്ടിക്കുന്ന ഇതിനെയാണ് ഡേഞ്ചർ. അതിന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, നോക്കി വായിക്കുക. ഓക്കെ, വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ഓഫ് ഓയിൽ എക്സ്പ്ലോറേഷൻ? അതിന്റെ പ്രിക്വേഷൻസ് ലീസ്റ്റ് തന്നിട്ട് 3-4 നോക്കി പഠിക്കുക. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പെട്രോളിയം? ABCD ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക ആസ് പെർ ഇതുള്ളത്. ദെൻ വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് റേഡിയേഷൻ? റേഡിയേഷൻ ഏതെല്ലാം വരുന്നത്, പിന്നെ ആൽഫ, ബീറ്റ, ഗാമ. അതാണ് പ്രധാനമായിട്ടുള്ള 3 റേഡിയേഷൻ. അതാണ് ചോദിക്കുന്നത്, 3 ടൈപ്സ് ഓഫ് ആൽഫ, ബീറ്റ, ഗാമ. വൈ അൺകൺട്രോൾഡ് വേപ്പർ ക്ലൗഡ് ഈസ് ഡേഞ്ചറസ്? എന്തുകൊണ്ടാണ്? ഇറ്റ് വിൽ ക്രിയേറ്റ് UVC, അൺകൺഫൈൻഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ സൃഷ്ടിച്ച് വളരെ നാശം വിധിക്കുന്നതുകൊണ്ടാണ് ഏതാണ് അത് ഡേഞ്ചറസ് ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ക്ലൗഡ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സ്പാർക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ എക്സ്പ്ലോഷൻ. അത് തീപിടുത്തല്ല, വലിയൊരു പൊട്ടിത്തെറി. അതോടെ എന്താവും, അതിൽ ഇൻഡസ്ട്രി ഒന്നാകെ നിലം പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഫോളോഡ് ബൈ എന്തുണ്ടാവും, ബ്ലീവ് ഉണ്ടാവും, ബോയിലിംഗ്, എക്സ്പാൻഡിങ് ലിക്വിഡ് വേപ്പർ എക്സ്പ്ലോഷനും ഉണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ അൺകൺട്രോൾഡ്, അല്ലെങ്കിൽ UVCയെ നിയന്ത്രിച്ചു വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കും. വൈ സേഫ്റ്റി ഇമ്പോർട്ടൻറ്റ് ഇൻ പെട്രോളിയം ഹാൻഡ്ലിംഗ്? എന്തുകൊണ്ടാണ്? പെട്രോളിയം എന്താണ്, ഫ്ലാഷ് പോയിന്റ് അതർവൈസ് ആണ്, റിലീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീപിടിക്കും. അതേപോലെ തന്നെ UVC ഡെവലപ്പ് ചെയ്ത് ബ്ലാസ്റ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്, പെട്രോളിയം ഹാൻഡ്ലിങ്ങിൽ സേഫ്റ്റി ഫസ്റ്റും പിന്നെ എന്താണ് ആക്ടിവിറ്റീസ് സെക്കൻഡ് ആണ്. ആദ്യം സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് മാത്രമേ ഇതുള്ളൂ. ബിക്കോസ് എന്താണ്, അതിൻ്റെ ഫ്ലെയിമബിലിറ്റി, ഇൻഫ്ലെയിമബിലിറ്റി, എക്സ്പ്ലോഷൻ, ഫയർ, എക്സ്പ്ലോഷൻ, പിന്നെയോ അതിൻ്റെ പൊല്യൂഷൻ, ഈ 3 കൺസിഡർ എടുത്തിട്ട് ഇതിനെയാണ് എന്തുകൊണ്ട് സേഫ്റ്റിയെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ സ്പെസിഫിക് സേഫ്റ്റി ഇൻ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ? ഓഫ് എക്സ്പ്ലോറേഷൻ്റെ അതിൻ്റെ പോയിന്റ് ആദ്യത്തെ 3 എന്താണ്, ആദ്യം ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിരിക്കണം,
പിന്നെ SUS ഉണ്ട്, എല്ലാവർക്കും PP കൊടുക്കണം, ഫുഡ് സേഫ്റ്റി, അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളാണ് അതിൽ വരുന്നത്. Why is hydrogen sulfide and where it is? What is hydrogen? എന്താണ്? ഒരു പോയിസണസ് ഗ്യാസ് ആണ്. അതിനെന്തുണ്ട്? നിറമില്ല, ഐഡന്റിഫൈ ചെയ്യല്ല. പക്ഷെ അതിനെ സ്മെല്ലില്, ഒഡോറിൽ ഐഡന്റിഫൈ. ഏതാണ്? റോട്ടൺ എഗ്, ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലാണ്. പക്ഷെ കൂടുതൽ സ്വിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ppm ഇതിന്റെ ലെവലില് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണകാരണം ആവാവുന്ന ഒരു ഗ്യാസ് ആണ്. സാധാരണ പെട്രോളിയം ഫീൽഡില്, പിന്നെ ഇത് അതേപോലെ തന്നെ അഴുക്ക് ജാലുകളിൽ, കൺഫൈൻഡ് സ്പേസിൽ ഒക്കെ ഇത് കാണാം. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡേഞ്ചറസ് ഗ്യാസ് ആണ് ഇത്, അല്ലെങ്കിൽ ഡേഞ്ചറസും പോയിസണസും ആയിട്ട് ഗ്യാസ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. What is MSGS and what? MSGS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഏതൊരു കെമിക്കലിന്റെയും പൂർണ്ണ വിവരങ്ങൾ, അതിന്റെ ഹാൻഡ്ലിങ് എങ്ങനെ ചെയ്യണം, അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരുന്നതിനെയാണ് MSGS എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു മരുന്ന് വാങ്ങിയാൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് കാണാം, അത് MSGS ആണ്, മെറ്റീരിയൽ. കാരണം ഇത് കെമിക്കൽ ആയിട്ടുള്ള ഏത് മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് എത്ര ഉപയോഗിക്കാവും, ഇതിന്റെ ഡോസേജ് എന്താണ്, അത് കഴിഞ്ഞിട്ട് ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താ, അതാണ് മെറ്റീരിയൽ. ഇതൊക്കെ ഞാൻ റിവിഷനിൽ തന്നിട്ടുണ്ട് നോട്ട്, അത് വായിച്ചിട്ട് പഠിച്ച് എഴുതിക്കൊള്ളുക. മെൻഷൻ 6 ടിപ്പർ സേഫ്റ്റി. ടിപ്പറിന്റെ സേഫ്റ്റി പ്രിക്കോഷൻ ഏതാണ്? ബാങ്കറില്ലാതെ ഉപയോഗിക്കരുത്, പിന്നെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ടിപ്പർ പൊക്കാൻ പാടും, അത് കഴിഞ്ഞ് ജാക്ക് ലെഗ് റെക്റ്റ് ചെയ്തിരിക്കണം. ഇതിനുള്ള അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ് ഉണ്ട്, അത് മാത്രം നോക്കിയിട്ട് എഴുതുക. അടുത്ത ലാസ്റ്റ് സ്ലൈഡാണ് നോക്കിയോളൂ. ഇതിൽ 5-6 ക്വസ്റ്റ്യൻ തരും. അതിൽ നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4, നോർമലി 4 ആയിരിക്കും. അപ്പം അതിൽ നോക്കിയിട്ട് എഴുതുക. വാട്ട് ഈസ് UN നമ്പർ ആൻഡ് വാട്ട് ഈസ് കേസ് നമ്പർ. ഓക്കെ, നോക്കിയോളൂ. കാസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ അബ്സ്ട്രാക്ട് ഷീറ്റ് എന്നാണ്. ഓക്കെ, UN നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യുണൈറ്റഡ് നേഷൻ നമ്പറാണ്. എല്ലാ ഡേഞ്ചറസ് ഗുഡ്സും ബൈ റോഡ് ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് UN നമ്പർ കൊടുക്കുന്നത്. UN നമ്പറിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ, ഗൈഡൻസ് അനുസരിച്ച് മാത്രമേ UN കോഡഡ് ഉള്ള എല്ലാ കെമിക്കൽസും അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സിനാണ് നോർമലി UN ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള സ്പെസിഫിക്കേഷൻ ആണ് UN നമ്പർ കൊടുത്തിരിക്കുന്നത്. കാസ് നമ്പർ കെമിക്കൽ അബ്സ്ട്രാക്ട് ഷീറ്റ്. ഇതൊരു കെമിക്കലിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. ഇത് സേഫ്റ്റി ആയിട്ട് യാതൊരു റിലേഷൻ ഉള്ള ഒരു 10 ഡിജിറ്റ് നമ്പറാണ്. അത് കോമ്പൗണ്ട്, അത് കെമിസ്ട്രി ആയിട്ട് ഒന്നും യാതൊരു ബന്ധവുമില്ല. അതെന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ രജിസ്ട്രേഷൻ നമ്പർ മാത്രമാണ്. മാനുഫാക്ചറിങ്ങിന് ഉള്ള ഒരു കെമിക്കൽ രജിസ്ട്രേഷൻ ആണ് കാസ് നമ്പർ. ഓക്കെ, MSGS തൊട്ട് വരുന്നതാണ്. പണ്ട് കാസ് എന്നായിരുന്നു പറഞ്ഞു, പക്ഷെ അത് MSGS പോലെ അത്രയും എന്തില്ല, സ്പെസിഫൈഡ് കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല. MSGS എന്ന് വെച്ചാൽ വിപുലമായിട്ട് പറയും, കാസ് പറയില്ല. UN നമ്പർ എന്താ പറയുന്നത്? ഓൺലി ട്രാൻസ്പോർട്ട് ഡേഞ്ചറസ് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റിയാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. വാട്ട് ആർ ദ കൺസിഡറേഷൻ കവേർഡ് ഇൻ TSM? ഏതാണ്? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻമെന്റ്, അതാണ് TSM-ൽ. TSM-ൽ എന്താണ്? ഡെയിലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതാണ്? ഒരു വെഹിക്കിള് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടയർ കാര്യങ്ങൾ, ബാറ്ററി ലെവല്, ഫ്യൂവൽ ലെവല്, വാട്ടർ ലെവല്, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യണം. സേഫ്റ്റി ഏതാണ്? ട്രാൻസ്പോർട്ട് വിടുന്നതിന് മുമ്പേ എഫിഷ്യന്റ് ആണ്, യാതൊരു പ്രശ്നവുമില്ല, ഇത് റിലയബിൾ ആണ്, യാതൊരു പ്രശ്നവും തരുന്നില്ല എന്നുള്ള ചെക്ക് ലിസ്റ്റ് ആണ് TSM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് അതിന്റെ ട്രിപ്പ് സേഫ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ് TSM. വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി? എന്ന് നോക്കിക്കോളൂ. പെട്രോളിയം ഇൻഡസ്ട്രിയും കെമിക്കൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള വ്യത്യാസം, പെട്രോളിയത്തിന് എന്താണ് വരുന്നത്? ഫ്ലെയിമബിലിറ്റി, എക്സ്പ്ലോഷൻ, ഫയർ കാര്യങ്ങളാണ്. പക്ഷേ കെമിക്കൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെന്താണ്? അതിന് അനവധി പ്രശ്നങ്ങളുണ്ട്. ഹ്യൂമൻ ബോഡിക്ക്, നേച്ചറിന്, എൻവയോൺമെന്റിന് മുഴുവൻ പൊല്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒന്നാകെ പ്രകൃതിയുടെ അതിന്റെ ഗ്യാസ് എയറിനെ പൊല്യൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാം, സോയിലിനെ പൊല്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇത് കോണ്ടാക്ട് വരുന്ന മനുഷ്യന് അസുഖങ്ങളിൽ വരാം, അങ്ങനെയുള്ള അനവധി. അപ്പൊ എന്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്?
ഭയങ്കരമാണ്. പെട്രോളിയം പോലെയല്ല. അതുകൊണ്ട് ഫയറിന്റെയും പ്രശ്നം അവിടെയുണ്ട്. ഓക്കെ, കെമിക്കലിൽ ഫയറും ഉണ്ട്, പക്ഷെ എന്താണ് അതിന്റെ എഫക്റ്റ് എന്താണ്? ഇൽ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ആൻഡ് പിന്നെ പൊല്യൂഷൻ ഇൻ ദ നേച്ചർ. അതാണ് ഡിഫറൻസ്. ഓക്കെ, അതാണ് കെമിക്കൽ ഇൻഡസ്ട്രീസിന്റെ റിസ്ക് ഫാക്ടർ. ഫയറുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? പോയിസണസ് എഫക്റ്റ് അല്ലെങ്കിൽ ഇൽ എഫക്റ്റ് ഇൻ ഹ്യൂമൻ ബോഡി. അതുകൊണ്ട് പൊല്യൂഷൻ എഫക്റ്റ് ഇൻ നേച്ചർ. ഏതാണ്? എയർ, സോയിൽ, വാട്ടർ, ഇതിനെയൊക്കെ പൊല്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. വാട്ട് ആർ ദ സേഫ്റ്റി ട്രെയിനിങ് ഗിവൺ ടു ഓയിൽ ഫീൽഡ് സേഫ്റ്റി? അതിന്റെ ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓയിൽ ഫീൽഡിൽ ഏതെല്ലാണ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ്, HS2 ട്രെയിനിങ് എന്നുള്ള ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കി പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിലുള്ള അതൊക്കെ എന്തിൽ തന്നിട്ടുണ്ട്? നിങ്ങളുടെ റിവിഷനിൽ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ റിവിഷനിൽ നോക്കിയിട്ട് അത് ചെയ്യാം. എക്സ്പ്ലെയിൻ ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിന്റെ ABCD. അതിൻ്റെ എന്താണ്? പെട്രോളിയം ബേസിക്കലി പിന്നെ ഫ്ലാഷ് പോയിന്റ് അടിസ്ഥാനത്തിലാണ് അതിനെ കമ്പസ്റ്റിബിൾ എന്നും ഇൻഫ്ലെയിമബിൾ എന്നും. സാധാരണ ഏതാണ്? 100 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 31 ഡിഗ്രി സെന്റിഗ്രേഡിന് താഴോട്ട് വരുന്നതെല്ലാം എക്സ്പ്ലോസീവും, അങ്ങോട്ട് മുകളിലോട്ട് വരുന്നതൊക്കെ എന്താണ്? പിന്നെ കമ്പസ്റ്റിബിൾ ആണ്. അതാണ് ക്ലാസിഫിക്കേഷൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലാഷ് പോയിന്റിൽ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ തന്നിട്ട് അന്ന് ആ രീതിയിൽ ABCD എന്നുള്ളത് എഴുതാം. എക്സ്പ്ലെയിൻ ഹസാർഡസ് ഏരിയ ക്ലാസിഫിക്കേഷൻ 0, 1, 2, 3 എന്നുള്ളത് ഉണ്ട്. ഗ്യാസ് പ്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷന് വേണ്ടി മാത്രമല്ല, റിവിഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 0, 1, 2, 3 എന്നുള്ളത്. അതാണ് എപ്പോഴും ഗ്യാസ് എപ്പോഴും ഉണ്ടാവും, ഓപ്പറേഷൻ ടൈമിന് മാത്രമേ ഉണ്ടാവും. അതാണ് ഏരിയ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുക. ഇത് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ സ്പാർക്ക് ഡെവലപ്പ് ചെയ്ത് ഫയറോ എക്സ്പ്ലോഷനോ സൃഷ്ടിക്കുന്ന കണ്ടീഷൻസ്.